ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പം മജ്‌ലിസുന്നൂറുണ്ട് പള്ളിയിൽ. അപ്പോൾ അതിലേക്ക് ബിരിയാണി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിയാണ് കേട്ടോ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 പറ അരിയുടെ ചോറ് വെച്ച് കൊടുക്കാമെന്നാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 20 കിലോ അരി. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 പറ അരി എങ്ങനെയാണ് ബിരിയാണി വെച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വീട് ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ വെക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് വല്യമ്മാൻ്റെ വീട്ടിൽ പോയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അവിടെ ഇത് വെക്കാനും പിടിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ വല്യമ്മാൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളി. അപ്പോൾ അവിടെ വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വല്യമ്മാൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഉള്ളിയും കാര്യങ്ങളും എല്ലാം അവിടെ പോയിട്ടാണ് കേട്ടോ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അളവൊക്കെ ഒന്ന് പറഞ്ഞു തരാം. അപ്പം നമ്മളവിടെ ഒരു 12 കിലോ വെല്ലുള്ളിയാണ് കേട്ടോ 2 പറ അരിക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 കിലോ തക്കാളി ഇതുപോലെ പകുതി കട്ട് ചെയ്തിട്ടും പകുതി പേസ്റ്റ് ആക്കിയിട്ടും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കിലോ ഇഞ്ചി, 3 കിലോ വെളുത്തുള്ളി, 2 കിലോ ചെറിയുള്ളി ഇവയെല്ലാം കൂടി ചതച്ചിട്ട് സെപ്പറേറ്റ് ചതച്ച് എടുത്തതാണ് കേട്ടോ. പേസ്റ്റാക്കി എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഇവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 5 ലിറ്റർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ വെള്ളിയുള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. വെല്ലുള്ളി നല്ലപോലെ ഒന്ന് കുഴഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചെറിയുള്ളി പേസ്റ്റാക്കിയതും എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് മാറി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് പച്ചമുളക് ഒരു 30 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തക്കാളി പകുതി അരിഞ്ഞതും പിന്നെ ആ പേസ്റ്റ് ആക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ പച്ചമണം മാറിക്കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ നല്ലപോലെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനും എൻ്റെ ഉപ്പയും കൂടിയാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഉപ്പയാണ് കേട്ടോ ഇളക്കിയും കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി തക്കാളിയൊക്കെ ഉടഞ്ഞ് വെന്ത് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കിലോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി ഗരം മസാല വേണം കേട്ടോ. അപ്പോൾ മുളക് പൊടി എടുത്ത പോലെ തന്നെ 1/4 കിലോ ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 പാക്കറ്റ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ ചിക്കൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 14 കിലോ വരുന്ന ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയ ചിക്കനാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല പോലെയൊക്കെ ഒന്ന് ചിക്കന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും അത്യാവശ്യം നിറയെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരി അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് 1.5 പാത്രം വെള്ളമാണ് കേട്ടോ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് അരി അളന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് 1.5 പാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 8 ചെറുനാരങ്ങൻ്റെ നീര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കഴുകി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ തന്നെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം.
അപ്പോൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് തന്നെ വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ലിറ്റർ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ദമ്മിടാം. അപ്പോൾ അതപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ലെവലാക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ദമ്മിടാം കേട്ടോ. അപ്പോൾ അടിയിലുള്ള കനലെടുത്തിട്ട് നമ്മൾ ദമ്മിടുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റോളം അങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ട് ദമ്മിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 15 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ തുറന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ നല്ല വെന്ത് റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലക്കാട് റാവുത്തർ ബിരിയാണിയാണ് ഇട്ടത്. അപ്പോൾ ഈ ഒരു അളവിൽ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 2 പറ അരിയൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുന്നവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ നമുക്ക് 200 പൊതികളാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിനായി ചൂടാറാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ അലുമിനിയം ഫോയിലിൻ്റെ കവറിലേക്കാണ് നമ്മളിത് പാക്കാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ പാക്കാക്കി എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാക്ക് ചെയ്തതെല്ലാം തന്നെ ഇതുപോലെ നമ്മൾ എടുത്തിട്ട് കൊണ്ടുപോകുകയാണ് കേട്ടോ. അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും ബൈ ബൈ.